ലോക മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. അതിൻ്റെ ഓരോ ചടങ്ങുകളും ഒന്നിനു പിറകെ ഒന്നായി പൂർത്തിയായി വരികയാണ്. മേടമാസത്തിലെ പൂരം നാളിൽ നടക്കുന്ന ഓരോ ചടങ്ങുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഇലഞ്ഞിത്തറ മേളം പൂർത്തിയായി. ഇപ്പോൾ നടക്കുന്നത് തെക്കോട്ടിറക്കമാണ്. അതിൽ ആദ്യ വിഭാഗം പാറമേക്കാവ് വിഭാഗം ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്ന് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി ഇനി തിരിഞ്ഞു നിൽക്കാൻ പോവുകയാണ്. ആ സമയത്താണ് തിരുവമ്പാടി വിഭാഗം ക്ഷേത്രത്തിനകത്തു നിന്നും പുറത്തേക്ക് വരിക. അതോടുകൂടി കുടമാറ്റ ചടങ്ങുകൾക്ക് തുടക്കമാവുകയും ചെയ്യും. അത് ഏതാനും നിമിഷങ്ങൾക്കായി നടക്കാൻ പോകുന്ന ചടങ്ങാണ്. നിഖിൽ പ്രമേഷ് തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ് പൂരം നഗരിയിൽ നിന്നും. നിഖിൽ, ഇപ്പോൾ തെക്കോട്ടിറക്കത്തിന്റെ പാറമേക്കാവ് വിഭാഗം അവർ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അവരിപ്പോൾ താഴേക്ക് ഇറങ്ങി അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. തിരുവമ്പാടി വിഭാഗമാണ് ഇനി പുറത്തേക്ക് വരാൻ ബാക്കിയുള്ളത്. 15 ആനകൾ ഒരു വശത്തും 15 ആനകൾ മറുവശത്തും വരുന്നതോടുകൂടി തന്നെ ഈ കുടമാറ്റ ചടങ്ങുകൾക്ക് തുടക്കമാകുകയും ചെയ്യും. അവിടെ അക്ഷമരായി കാത്തു നിൽക്കുന്ന വലിയ പുരുഷാരമുണ്ട്. എന്ത് സർപ്രൈസാണ് ഇത്തവണത്തെ ഈ വെട്ടിച്ചുരുക്കിയ കുടമാറ്റത്തിൽ ഉണ്ടാകുക എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. എന്താണ് വിവരങ്ങൾ? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടമാറ്റം എന്ന അവർണ്ണനീയമായ മനോഹരമായ കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ. സ്ഥിരമായി പൂരത്തിന് വരുന്ന ആളുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള നമ്മൾ സാധാരണഗതിയിൽ വരുന്ന ആളുകൾക്ക് അത് കുറവായി തോന്നുമെങ്കിലും പുതുതായി ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഇത് ഒരുപാടധികം ആളുകൾ 10,000-കണക്കിന് ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ കഴിയും. പ്രജി, ഞാനൊരു അതിഥിയെ കാണിക്കാം. സാധാരണഗതിയിൽ ഇതിന്റെ നടത്തിപ്പുകാരനായൊക്കെ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു വ്യക്തി ഇന്ന് പൂരം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. മുൻ കളക്ടറായിരുന്ന അർജുൻ പാണ്ഡ്യൻ, അദ്ദേഹം ഇന്ന് കാസർഗോഡ് നിന്ന് പൂരം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നല്ല പൂരപ്രേമിയാണ്. എപ്പോ എത്തി? ഞാൻ ഇന്ന് രാവിലെ എത്തിയായിരുന്നു. അപ്പോൾ പൂരം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഈ പ്രാവശ്യം ഒരുപാട് അപകടമൊക്കെ നടന്നിട്ട് ചെറിയ രീതിക്കാണ് ആഘോഷമില്ലാതെ നടക്കുന്നത്. എന്നാലും വന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് പൂരത്തിന് വരും എന്നുള്ളത്. എല്ലാവരും ഒന്ന് കാണാമെന്ന്, ഒന്ന് സൗഹൃദം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങയുടെ മനസ്സ് വന്നോ ആ വാർത്തകളൊക്കെ കണ്ട സമയത്ത്? ഒരുപാട് സമയം പോയിട്ടുണ്ടാവുമല്ലോ. അതെ, തീർച്ചയായും. അതിൽ പല ആൾക്കാരുമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഒരുമിച്ച് വെടിക്കെട്ടിന്റെ സമയത്തൊക്കെ വർക്ക് ചെയ്തതായിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് പരിചയമുള്ള മുഖങ്ങളാണ്. അത് കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് ഷോക്കിംഗ് ആയിരുന്നു. അർജുൻ പാണ്ഡ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയങ്കര പൂരപ്രേമിയാണ്. കഴിഞ്ഞ തവണ എന്നെ എവിടെ വെച്ചാണ് കണ്ടത് എന്ന് വരെ അദ്ദേഹം ഓർത്തെടുത്ത് പറയുണ്ടായി. കരിമംഗലത്ത് വെച്ചിട്ട് ആന തുടങ്ങിയ സമയത്താണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആ സമയത്ത് ഇതേപോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ കണ്ടു ഇന്ന്? ഞാൻ എലഞ്ഞിത്തറ മേളം, പിന്നെ മഠത്തിൽ വരും, അങ്ങനെ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് പോയി കൂടുതൽ ആൾക്കാരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് വന്നത്. പിന്നെ ഒരു ആംബിയൻസ് ഒന്ന് മനസ്സിലാക്കുക. കാരണം ആഘോഷം ഇല്ലല്ലോ. ഞാൻ കുറെ മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വരാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒന്ന് കണ്ടു. ഈ ചുമതലക്കാരനായിട്ട് നിൽക്കുമ്പോഴും കാഴ്ചക്കാരനായിട്ട് നിൽക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താ? നല്ല വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് ആ ടെൻഷൻ കുറവുണ്ട്. കാരണം പൂരം നടത്തുമ്പോഴത്തേക്ക് ഓരോ ഘട്ടം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനാണ്. ശരിക്കും ആസ്വദിക്കാൻ പറ്റാറുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ആസ്വദിക്കുകയും ചെയ്തു. പക്ഷെ ടെൻഷനും എന്തൊക്കെ പറഞ്ഞാലും ചെറുതായിട്ട് ഉണ്ടാവും. എല്ലാം പൂർത്തിയാകുന്നവരെ ചെറിയൊരു ടെൻഷൻ നമുക്ക് മനസ്സിലുണ്ടാവും. സാർ, അപ്പൊ വീണ്ടും കാണാം, വീണ്ടും ഒരു പൂരക്കാലത്ത് കണ്ടുമുട്ടാം. അപ്പൊ ഇതാണ്, ഒരു തവണ പൂരം കൂടിയവർ, ഒരു തവണ പൂരം കണ്ടവർ, അത് ആസ്വദിച്ചവർ, അത് കൊണ്ടാടിയവർ, അവർ പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ പൂര ദിവസം ആകുമ്പോഴേക്കും അവരെ ഈ പൂരക്കാലം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഈ പൂരക്കാലത്തെ ഈ പൂര നഗരിയിലെ ഓർമ്മകൾ അവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അത് പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകളാണെങ്കിലും ഒരു തവണ മാത്രം ഇവിടെ വന്ന് പൂരം കണ്ടിട്ടുള്ള ആളുകളാണെങ്കിലും അവരെയൊക്കെ സംബന്ധിച്ച് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് ഇങ്ങനെ അടുപ്പിക്കുന്ന ഒരു മാന്ത്രികത ഈ പൂരത്തിനുണ്ട്. അത് ഇവിടുത്തെ ഒരു സവിശേഷത. അതിൽ ജാതിമത വ്യത്യാസങ്ങളില്ല. ഏത് മേഖലയിൽപ്പെടുന്ന ആളുകളാണെങ്കിലും ഒരു തവണ വന്നു കൂടിയാൽ പിന്നെ വീണ്ടും ഇവിടേക്ക് വരാനുള്ള ഒരു മാന്ത്രികതയുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഈ വലിയ പുരുഷാരത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.